എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 5 ലക്ഷം രൂപ ചികിത്സാ സഹായമായി ലഭിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണ് PMJ അഥവാ ആയുഷ്മാൻ ഭാരത്. ഇതിൻ്റെ മുഴുവനായുള്ള പേര് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ 5 ലക്ഷം രൂപ വരെ അംഗങ്ങളായിട്ടുള്ളവർക്ക് ചികിത്സാ സഹായമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ PMJയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഒന്നാമതുള്ളത് നമുക്ക് നമ്മുടെ PMJയുടെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്താനായിട്ടുള്ളൊരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ മെമ്പേഴ്സിനെ ഇതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ് നമുക്ക് ഈ കേരളത്തിൽ നമുക്ക് ഏതൊക്കെ ഹോസ്പിറ്റലുകൾ നമുക്ക് ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് കൊണ്ട് നമുക്ക് ചികിത്സാ സഹായം തേടാം എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നുള്ളത് നമുക്ക് പുതിയ അപേക്ഷ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറി beneficiary.nha.gov.in എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത് വന്നിരിക്കുന്ന PMJ ബെനിഫിഷ്യറി പോർട്ടൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സൈറ്റ് വളരെ സ്ലോ ആണ്, ക്ഷമയോടെ കാത്തിരിക്കണം. ഭയങ്കര സ്ലോ ആണ് ഇപ്പോൾ. ഓക്കെ, നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ലോഗിൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ബെനിഫിഷ്യറിയും ഓപ്പറേറ്ററും എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത് ബെനിഫിഷ്യറി എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് നേരെ കാണുന്ന വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. താഴെ കാണിച്ചിരിക്കുന്ന ക്യാപ്ച അതുപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് വന്നിരിക്കുന്ന അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ സ്കീം, പിന്നുള്ളത് നമ്മുടെ ഡിസ്ട്രിക്റ്റ്, പിന്നുള്ളത് സെർച്ച് ബൈ എന്നുള്ള ഓപ്ഷനിലാണ്. അതല്ല ഓപ്ഷനല്ല, അത് നമുക്ക് അതിൽ ഏതാണ്ട് വേണ്ടത് സെലക്ട് ചെയ്യാം. സൈറ്റ് വളരെ സ്ലോ ആയിട്ടാണ്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്കീം നമ്മുടെ PMJ തന്നെയാണ്, അതുപോലെ തന്നെ കൊടുക്കുക. പിന്നുള്ളത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെർച്ച് ബൈ എന്നുള്ളത് നമ്മുടെ ഫാമിലി ID കൊടുക്കാം, ആധാർ നമ്പർ കൊടുക്കാം, നെയിം കൊടുക്കാം, ലൊക്കേഷൻ റൂറൽ, ലൊക്കേഷൻ അർബൻ, ഇതിലേത് വേണം നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ നെയിം സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ആർക്കാണോ ഉള്ളത് ആ പേര് അവിടെ സെലക്ട് ചെയ്യുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡിൽ കാണിച്ചിരിക്കുന്ന സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൊടുത്തിരിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരിലുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് സ്പൗസ് നെയിം നോട്ട് അവൈലബിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. മൊബൈൽ നമ്പർ നോട്ട് അവൈലബിൾ, EKYC സ്റ്റാറ്റസ്
അത് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കാർഡ് സ്റ്റാറ്റസ് ഇതൊന്നും അതിനകത്ത് കാണാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ഈ കാണുന്ന ബട്ടണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൊബൈലിന് നമ്മുടെ ആധാർ നമ്പറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് തന്നെ അവിടെ ആ തെറ്റുകൾ മാറ്റാനും സാധിക്കുന്നതാണ്. ഇതിപ്പോൾ സൈറ്റ് വളരെ സ്ലോ ആണ്, അതുകൊണ്ടാണ് അതിലേക്ക് പോകാൻ സാധിക്കാത്തത്. അത് ഈ സമയമായതുകൊണ്ടാവാം സൈറ്റ് സ്ലോ ആവുന്നത്. അതുപോലെ തന്നെ നമുക്ക് അംഗങ്ങളെ ചേർക്കാനും അതിൽ ഓപ്ഷൻ ഉണ്ട്. അടുത്ത് തന്നെയുണ്ട് ആഡ് മെമ്പേഴ്സ് എന്നുള്ളത്. ആ ആഡ് മെമ്പേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആരെയൊക്കെ ചേർക്കണോ അവരുടെ ആധാർ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. KYC ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം. ഇതിലിപ്പോൾ KYC ചെയ്യാത്ത ലിസ്റ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ KYC ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ നമുക്കത് KYC ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ സൈറ്റ് വളരെ സ്ലോ ആണ്, അതുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് കയറാൻ സാധിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഒരു രാവിലെയൊക്കെയുള്ള സമയങ്ങളിൽ കയറി അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സൈറ്റ് വളരെ സ്ലോ ആണ്, നമുക്ക് അതിലേക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് അതിനകത്ത് തെറ്റുകൾ തിരുത്താൻ സാധിക്കും. KYC ചെയ്യാൻ സാധിക്കും. അത് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സിനെ എല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇത് ലോഗൗട്ട് ചെയ്തു. ഈ ലോഗൗട്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് ഒന്ന് പോകാം. താഴേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ലിങ്ക് ആധാർ, പിന്നെ ആഡ് മെമ്പേഴ്സ്, നമുക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. KYC എന്നുള്ളത് KYC നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാനും സാധിക്കും. നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ടും ഇതിനകത്ത് സാധിക്കുന്നതാണ്. നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നമുക്കൊരു ATM കാർഡ് രൂപത്തിൽ നമുക്ക് ഇതാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ഈ ആയുഷ്മാൻ ഭാരത് കാർഡ് കേരളത്തിൽ എവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കും. അതിനായിട്ട് ഗൂഗിളിൽ കയറി PMJ ഹോസ്പിറ്റൽ ലിസ്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ കയറി PMJ ഹോസ്പിറ്റൽ ലിസ്റ്റ്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. ആദ്യം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റ്, നമുക്ക് ഏത് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ ഏത് ഹോസ്പിറ്റലാണെന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് കാണേണ്ടത് അല്ല കൺസൾട്ട് ചെയ്യേണ്ടത് അതല്ലേ അങ്ങനെയുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ ഏതാണെന്ന് വെച്ചാൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. PMJ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കാറ്റഗറി അതെന്നുള്ളത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കപ്പോൾ ഹോസ്പിറ്റലിലെ ലിസ്റ്റുകൾ അവിടെ വരുന്നതാണ്. നിങ്ങൾക്കത് ഈ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിസ്റ്റുകൾ ഏതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ലിസ്റ്റുകൾ എന്നുള്ളതൊക്കെ നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. PMJയുടെ പുതിയ അപേക്ഷ കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതിനായി PMJ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നാഷണൽ ഹെൽത്ത് അതോറിറ്റി എന്നുള്ളത് വരും. അതിൽ താഴെ രജിസ്റ്റർ ആസ് സെൽഫ് യൂസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിലവിൽ നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല. നമുക്കെന്ന് മാത്രമല്ല നേരത്തെ കേരളം മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും പറ്റുമായിരുന്നു. ഇപ്പോൾ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കളഞ്ഞ് ഇപ്പോൾ തമിഴ്നാട്, കർണാടക, ജമ്മു കാശ്മീർ അങ്ങനെയുള്ള 3-4 സംസ്ഥാനങ്ങൾ മാത്രമേ നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് ഉള്ളൂ. ഇപ്പോൾ ഉടൻ തന്നെ നമുക്കും ആവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടായിരിക്കും ഇതൊക്കെ ഒരു അപ്ഡേഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ PMJയിൽ കയറി സെൽഫായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ അത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.